വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെയും എനിക്ക് ഏറെ പ്രിയമുള്ള പലരുമാണ് വേദിയിലിരിക്കുന്നത്, സദസ്സിലും അതെ. ഓരോരുത്തരുടെ പേരും എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. എൻ്റെ പ്രിയപ്രിയായ ശൈലജ ടീച്ചർ, സുകന്യ ടീച്ചർ, സഹോദരനെ പോലെയുള്ള AK നമ്പ്യാർ, ബാലകൃഷ്ണൻ കൊയ്യാർ, അനുജനെ പോലുള്ള ശിവദാസൻ MP, സുമേഷ് MLA, പിന്നെ കൈരളി പ്രതിനിധി ശെൽവരാജ് തുടങ്ങിയവർക്കെല്ലാം എൻ്റെ വിനീതമായ കോപ്പുകൾ. ഞാൻ ഏറെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറേ സൗഭാഗ്യങ്ങളും വീണ് കിട്ടാറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയായിരിക്കും ഒരു പരീക്ഷണ വസ്തു എന്ന പോലെ പ്രകൃതിയിലേക്ക് എന്നെ അയച്ചതെന്ന് തോന്നുന്നു. ഒരുപാട് ദുഃഖിച്ചാലേ കുറച്ചെങ്കിലും ആഹ്ലാദിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയേണ്ട വാക്കുകൾ പലതും മറന്നു പോകുന്നു. ഇങ്ങനെയൊരു രചന പകുതി ബോധത്തോടെയും പകുതി അബോധത്തിലുമാണ് ഞാൻ ചെയ്തത്. പ്രതിജന ഭിന്ന വിചിത്രമല്ലേ ജീവിതങ്ങൾ. പക്ഷെ എൻ്റെ കാര്യത്തിൽ കുറച്ചേറെ വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തത തന്നെയാണ് എന്നെ ഈ കുറിപ്പുകളിലേക്ക് നയിച്ചത്. എൻ്റെ നോവുകളും കണ്ണീരും വീണ് കിട്ടുന്ന ചില സന്തോഷ നിമിഷങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നി. അതും എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ, പിന്നെ സുഹൃത്തുക്കളല്ലാത്ത വായനക്കാരെ. എൻ്റെ ഫേസ്ബുക്ക് ശരിക്കും മുഖപുസ്തകം തുറന്ന പുസ്തകമാണ്. ആർക്കും കയറി വരാം, എന്ത് കമൻറ്റും ഇടാം. ഒരു കൺട്രോളും ഞാൻ ആദ്യം പ്രത്യേകം വെച്ചിട്ടില്ല. പിന്നെ ഇത് ഒരു ആത്മകഥ എന്ന് പറയുന്നതിനേക്കാൾ ഞാനുമായി ബന്ധപ്പെട്ട ഒരു നിമിഷത്തിൽ പോലും ഞാൻ കണ്ടുമുട്ടിയ ആളുകളിൽ നിന്നും ഞാൻ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇപ്പോൾ നടന്ന് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ സമ്മാനമായി കിട്ടിയ ഒരു ബുക്കുണ്ടായിരുന്നു. അതും പിടിച്ചുകൊണ്ട് എനിക്കിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന വിശേഷമാണ്, ഞാനങ്ങനെയൊന്നും പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട, എന്നൊക്കെ കുറച്ച് ചെറുതാണ്, വേണമെങ്കിൽ അനുജത്തി എന്ന് പറയാം. അത് കുറച്ച് എന്നൊക്കെ എഴുതാൻ വിളിച്ചു, ചെറിയ. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ആ ബുക്ക് എടുത്ത് ഇവിടെ തൂക്കിയിട്ട ബാഗ് തുറന്ന് അതിൽ വെച്ച് തന്നു. ഇങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്, ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ഘട്ടമായിട്ടാണ് ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ സർവീസ് കാലത്തെ പരിഗണിക്കുന്നത്. അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ, എനിക്ക് പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ജനാർദ്ദൻ മാഷ് പാടി ഇരിക്കുന്നുണ്ട്, രാധാമണി ടീച്ചർ ഇരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കലോത്സവമൊക്കെ എടുക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള വനിതാ ടീച്ചേഴ്സ് പറയും, ശ്യാമ ടീച്ചർ അടുത്ത് ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങൾക്ക് ഓരോ ജോലി തരും, വിശ്രമിക്കാൻ സമയം തരില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെ കൊണ്ടും നിങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ഓരോരോ പണിയടുപ്പിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എനിക്ക് വേണ്ടി തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് എൻ്റെ മാത്രം കഥയാവുന്നത്? ഞാനിതിൽ അല്പമേ ഉള്ളൂ. എന്നെ തൊട്ട ആളുകൾ, എന്നെ സ്പർശിച്ചവർ, വാക്കുകൊണ്ട് സ്പർശിച്ചവർ, നോട്ടം കൊണ്ട് സ്പർശിച്ചവർ, ശരീരം കൊണ്ട് സ്പർശിച്ചവർ, അവരുടെയൊക്കെ കഥയാണ് ഇത്. അതുകൂടി അതില്ലെങ്കിൽ ഞാനില്ല, അവരില്ലെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഞാനിതിൽ ബോധപൂർവം ചെയ്ത ഒരു കാര്യമുണ്ട്. എനിക്ക് പഴയ കാര്യങ്ങളോട് വലിയ ഇഷ്ടമാണ്. പിന്നെ അതെൻ്റെ അമ്മയിൽ നിന്നും പറഞ്ഞു കിട്ടിയതാണ്. ഭയങ്കര വലിയ വിപ്ലവകാരിയുടെ ഭാര്യയാണെങ്കിലും ഇത്തരം വീട്ടിലെ ആചാരങ്ങളൊക്കെ നടത്തുന്നതിൽ വലിയ നിഷ്കർഷയായിരുന്നു അമ്മയ്ക്ക്.
എന്ന് വെച്ചാൽ അതിൻ്റെ അന്ധവിശ്വാസമല്ല, ചടങ്ങുകൾ നടത്തുക. എന്ന് വെച്ചാൽ 7 മക്കളുണ്ടായിട്ട് 5 പേരെയും കുഴിയിലേക്ക് കൊടുത്തിട്ട് ബാക്കി 2 ആണുള്ളത്. അതിന് അലച്ചതിനിടയിലുള്ള ജീവിതം, കഷ്ടപ്പാടിനിടയിലുള്ള ജീവിതം. അത് പിന്നെ പതുക്കെ നമ്മൾ മരിച്ചുപോയ ഒരു ചെടി തളിർപ്പിച്ച് വരുമ്പോലെ അമ്മ കുടുംബത്തെ കെട്ടിപ്പടുക്കുകയായിരുന്നു. അതിലുണ്ടായ ശരിക്കും വലിയച്ഛൻ്റെ മോളാണ് ആദ്യത്തെ കുട്ടി. അത് മരിച്ചു പോയതുകൊണ്ട് ഞാൻ ആദ്യത്തെ കുട്ടിയായി. എന്നെ വെച്ച് അമ്മ ഓരോ കാര്യം ചെയ്യായിരുന്നു, പൂരമൊക്കെ ആഘോഷിക്കുകയായിരുന്നു. ഞാനിത് പറയുമ്പോൾ കുറച്ച് കൂടുതലായി പോകുന്നൊരു സംശയമുണ്ട്, അത് ചുരുക്കി പറയാം. അപ്പോൾ ഇവിടെ പള്ളിക്കുന്നിലെത്തിയപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, മൂകാംബിക ക്ഷേത്രത്തിനടുത്ത്, ഏതാണ്ട് അടുത്തല്ലേ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പൂരം എനിക്കൊന്ന് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പൂരം എങ്ങനെ ആഘോഷിക്കും? കാവന വെക്കണം, പൂവിടണം. എൻ്റെ അമ്മ എല്ലാവർക്കും നോക്കില്ല. ഇത്തരം സുകുമാര കലകളോടൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, ആചാരങ്ങളോടും ഇഷ്ടമാണ്. അമ്മ അതെല്ലാം ചെയ്യും. എനിക്ക് കൂട്ടായിട്ട് ഒരു കൂട്ടുകാരെ പോലെ അമ്മ അതെല്ലാം ചെയ്യും. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം പൂവിടാനൊരു കുട്ടിയില്ല എന്നുള്ളതാണ്. സ്ഥലവും കുറവാണ്, എന്നാലും അവളുടെ മുറ്റത്ത് ഞങ്ങൾ ഇടുമായിരുന്നു. പക്ഷേ 7 ദിവസം കൃത്യമായിട്ട് പൂവിടണ്ടേ, അതിനൊരു കുട്ടിയില്ല. മടിയന്മാരായ കുട്ടികൾ ഞങ്ങൾക്കുണ്ട്, പക്ഷെ അവരെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കിട്ടൂല. അതായത് കാര്യം. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? പഴയ കഥകൾ, പഴയ പേടികൾ, പഴയ പ്രേതങ്ങളുടെ കഥകൾ, ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടിക്ക് അറിയില്ലല്ലോ. ഭൂമി പോലും ഇപ്പം പഴയ ഭൂമി അല്ലല്ലോ. ഇപ്പോൾ പഴയ കാട്ടുപൂക്കളും കാടും വഴിയും ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. മഴയ്ക്ക് പോലും മാറ്റമില്ലേ? കൃത്യം ജൂൺ 1 പെയ്യുന്ന മഴയ്ക്ക് ഇപ്പം യാതൊരു നിയന്ത്രണമില്ല. ഇന്നലെ മുതലേ ഞാൻ പേടിച്ച് ഇന്നലെയല്ല, ഒരാഴ്ചയായി പഠിക്കാൻ തുടങ്ങിയിട്ട് പേടിച്ചായിരിക്കുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് ആശ്വാസമുണ്ട്, മഴ കുറച്ച് മാറുന്നു. പക്ഷെ ജൂൺ 1 പണ്ടത്തെ ഓലക്കൊടി എടുത്തിട്ട് എല്ലാവരും സ്കൂളിൽ പോകുന്നൊരു ഓർമ്മ നിങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാവുമായിരിക്കും, ചെറുപ്പക്കാരുണ്ടാവില്ല. അപ്പോൾ കാലാവസ്ഥ പോലും മാറി. അതൊക്കെ ഒന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പകർന്നു വെക്കണം. അത് ഞാൻ ബോധപൂർവം ചെയ്ത കാര്യമാണ്. പിന്നെ മറ്റൊന്ന് ഭാഷയെക്കുറിച്ച് കുറച്ച് നിജത്ത ബോധം, ഒരു വെറുതെ ഉള്ളൊരു ബോധമുണ്ട് ചിലരുടെയെങ്കിലും മനസ്സിൽ. ഏറ്റവും നല്ല ഭാഷ എന്താണെന്ന് വെച്ചാൽ കോട്ടയം ഭാഷ എന്നൊക്കെ പറഞ്ഞോടിയ ആളുകൾ. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഏത് ഭാഷയും ഒന്നിനേക്കാളും താഴെയോ മുകളിലോ അല്ല, എല്ലാം പ്രാദേശിക ഭേദങ്ങളാണ്. ഇപ്പോൾ ബഷീറൊക്കെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഭാഷ, ഞാൻ തലപിത്തളെ അദ്ദേഹത്തിൻ്റെ 100,000 പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും നമ്മുടെ കണ്ണൂരിൻ്റെ ഭാഷ നമ്മളിപ്പോൾ ഉള്ളവരല്ലാതെ പുതിയ അടുത്ത തലമുറയ്ക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുക? ഡിസ്ലോപ്പിലായാലും ഈ പുസ്തകത്തിലായാലും കവയിലെ അങ്ങിമയിലായാലും ഞാൻ കരുതിക്കൂട്ടി ബോധപൂർവം ചെയ്തു തന്നെയാണ്. അതെനിക്ക് തെറ്റിയിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ നിങ്ങളുടെ എന്നുള്ള വാക്കുകളിൽ നിന്നും മനസ്സിലായി. പിന്നെ അടുത്ത കാര്യങ്ങൾ അതെനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, എല്ലാവർക്കും മാറ്റങ്ങൾ. വേദനാണെന്ന് പറയുന്നത് ഒന്ന് ടെൻഷൻ അടിച്ചാൽ മതി, മുറുങ്ങുന്ന വേദന, ഷുഗർ, ഇതുവരെയില്ലാത്ത സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ഇടയിൽ കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്നുള്ളൂ. കുറേ സമയം ഇന്നലെ മുഴുവനുള്ള പേടി ഇതായിരുന്നു എനിക്ക്. ഞാനിങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക. പക്ഷേ ഇപ്പം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അതൊരു വലിയ പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എത്ര നാൾ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവസാന നിമിഷം വരെയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ കർമ്മപാശത്തിൽ എനിക്ക് മാത്രമേ മുറിക്കാൻ കഴിയുള്ളൂ. അത് സാധിക്കണം എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അപ്പോൾ എനിക്ക് ബോധമുള്ള കാലത്തോളം മറയൂടെ ഇപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യമാണോ ഒരു പേടിയുമുണ്ട്. അപ്പോൾ ഓർമ്മയുള്ള കാലത്തോളം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാലത്തോളം അവസാനത്തെ വഴി ഞാൻ എഴുതിയിരിക്കും. പക്ഷേ അത് ആത്മീയതാണോ മറ്റുള്ളതാണോ അതെല്ലാം വഴിയെ വരുന്നതാണ്. ഇതും ഞാൻ ബോധപൂർവ്വം എഴുതിയതല്ലോ. അതൊക്കെ എന്താ പറയേണ്ടത്, ഇത് ആരുടെ സഹായം എന്നാ പറയേണ്ടത്? എല്ലാവരുടെയും സഹായത്തോടെ സാധിക്കുമായിരിക്കും. പിന്നെ എൻ്റെ മുതുമുത്തശ്ശി പാട്ടിയമ്മ എടുത്ത് കുഴിച്ചിലുണ്ടായ ഒരു കുഞ്ഞിനെ, ജലപ്രായമായ ഒരു കുഞ്ഞിനെ അതിൻ്റെ മൃതശരീരത്തിലേക്ക് അതിൻ്റെ ജീവനെ, ദേഹിയെ ആവാഹിച്ച് വരുത്തിയതാണ്. അവിടെ തൊട്ട് തുടങ്ങുകയാണ് എൻ്റെ സഹായം, എനിക്ക് ലഭിക്കുന്ന സഹായങ്ങൾ. പിന്നെ എൻ്റെ മാതാപിതാക്കൾ, പിന്നെ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അമ്മമാർ, ഹസ്ബന്മാരൊക്കെ എല്ലാവരും, ഇളയമ്മമാർ, വലിയമ്മ, എല്ലാവരും, വലിയമ്മ
കഴിയുമ്പോൾ മരണക്കിടക്കയിരുന്നു എന്ന് പോലും പറഞ്ഞത് ഇതാണ്. അവസാനം ഞാൻ കാണാൻ പോയപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിങ്ങനെ കുടുംബം വലിയ വേദന സഹിച്ചു പറയണം, ഇതിലെങ്ങനെയാണോപ്പാ ജീവിക്കുക. ഇപ്പോൾ ഒരു 4 കൊല്ലം പോകും അത് മരിക്കാനായ ആ സമയത്ത് പോലും എന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണോ ജീവിക്കുക. സങ്കടത്തോടെ പറഞ്ഞാണ് അവർ വേദന അനുഭവിച്ചുകൊണ്ട്. പിന്നെ എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ ഒന്നും പറയണ്ട, തീരെ അപരിചിതരോട് പോലും ഞാൻ എനിക്ക് ആവശ്യമുള്ള സഹായം ചോദിച്ച് വാങ്ങാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിനായുള്ളൊരു അബോധപൂർവമായ സാമർഥ്യമായിരിക്കാം അത് എനിക്ക് നല്ലോണമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അതെൻ്റെ ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് പണ്ടത്തെ അത്ര വാശിയില്ല. ഇത് എന്തുകൊണ്ട് എനിക്ക് സത്യസന്ധമായി എഴുതാൻ കഴിയുന്നു എന്നതിലൊരു തെളിവാണ്. ഞാൻ എന്നും എൻ്റെ എന്നുള്ള സ്വത്വത്തിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുകയാണ് ഞാനിപ്പോൾ. അത് എൻ്റെ കഥ മറ്റാളുടെ കഥ പോലെ തന്നെ എൻ്റെ വീഴ്ചകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഈ സമയത്ത് ഇങ്ങനെയൊരു സൃഷ്ടി നടത്തിയത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ് വരെ, ആ 10ാം ക്ലാസ്സാണ് എൻ്റെ നാഴികക്കൽ. ഞാൻ കഠിനമായി അധ്വാനിച്ചത് ആ ഒരു കൊല്ലം മാത്രമാണ്. പിന്നീട് എനിക്ക് കുറച്ച് കൂടുതൽ സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലായി ബാക്കിയൊന്നും എൻ്റെ അത്രയും വരുന്ന വിജയങ്ങളായിരുന്നില്ല. സാധാരണ ഒരു ആൾക്കുണ്ടാകുന്ന വിജയങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അവസാനിപ്പിച്ചത് ബോധപൂർവ്വം തന്നെയായിരുന്നു. അവിടെ തീർന്നു, എൻ്റെ പ്രത്യേകത അവിടെ തീർന്നു എന്ന വിശ്വാസത്തിലാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇനിയിപ്പോൾ ഭാവിയിൽ തുടങ്ങുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. എന്തായാലും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ പാഠ്യമുത്തശ്ശി, എനിക്ക് ജീവൻ തിരിച്ചത് പാഠ്യമുത്തശ്ശി, ബന്ധുക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഞാൻ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും കൈത്താങ്ങിലാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടാക്കടങ്ങളായി ഈ ഭൂമിയിൽ അവശേഷിക്കും. തിരിച്ച് എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എല്ലാവരോടുമുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. നിർത്തുന്നു. കേട്ടുക